കാത്തിരുന്നാൽ ഒന്നും നടക്കില്ല. കൊടിയും നിറം നോക്കിയിട്ടൊന്നും ഇന്നത്തെ കാലത്ത് ഒരു കാര്യമില്ല. നമ്മൾ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നാലേ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ. അവകാശങ്ങൾ നേടിയെടുക്കൽ മാത്രമല്ല രാജശേഖര തൊഴിലാളികളുടെ ലക്ഷ്യം. ലക്ഷ്യം മാത്രം നോക്കി ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ പറ്റുമോ? അതെ, രാജശേഖർ സാർ ഒരുമാതിരി പിന്തിരിപ്പന്മാരുടെ ഭാഷ സംസാരിക്കരുത്. നേതാക്കന്മാർ സംസാരിക്കണമെന്ന് ഇടയിൽ കയറി രമണ വർത്താനം അണികളുണ്ടെങ്കിൽ നേതാക്കന്മാരുള്ളൂ. മതി മതി നിർത്തേ. നമ്മുടെ അടുത്താ കളി. അതെ, മരിച്ചുപോയ തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള ക്ഷേമനിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അക്കാര്യത്തിലാണ് എനിക്ക് എതിരഭിപ്രായമുള്ളത്. പണി ചെയ്യുന്ന കാലം അത്രയും വേതനം പറ്റി മരിച്ചു കഴിയുമ്പോ അവരുടെ കുടുംബാംഗങ്ങളെ കൂടി തീറ്റിപ്പോട്ടെന്ന് പറഞ്ഞാ അതെ, ഞങ്ങള് തൊഴിലാളികൾ കഷ്ടപ്പെടുന്ന ഓഹരിനല്ല കൊടുക്കണേ, അല്ലാതെ രാജശേഖര സാറിന്റെ തറവാട്ട് സ്വത്തിനൊന്നല്ലല്ലോ കൊടുക്കണേ. ഓ നിർത്തി, എന്ത് പറഞ്ഞാലും ഓസു. അതെ, കോട്ടയത്തെ റബ്ബർ വാതി ഇങ്ങനെ വലിച്ചു നീട്ടാതെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. മനുഷ്യന് പോയിട്ട് പണിയുള്ളതാ. പണി ചീട്ടുകളിയാണോ വേറെ എന്തെങ്കിലും പണിയാണോ ഞാൻ തീരുമാനിച്ചത്. നിന്റെ വീട്ടിൽ ഒന്ന് നിർത്താനല്ലേ പറഞ്ഞത്. ഇപ്പൊ കാണായിരുന്നു. രാജശേഖര, തൊഴിലാളികൾ ഇന്നീ ചെയ്തു വരുന്ന കാര്യങ്ങളൊന്നും നമ്മളായി തുടങ്ങി വെച്ചതല്ല. കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ചില ചിട്ടകളും രീതികളുമാണ്. ആ രീതികൾ ഇനിയെങ്കിലും കുറച്ചൊക്കെ മാറ്റുന്നതാണ് എന്റെ അഭിപ്രായം. രാജശേഖരൻ ഈ സംസാരിക്കുന്നത് രാജശേഖരന്റെ മാത്രം വാക്കാണോ അതോ? എന്റെ വാക്ക് തന്നെയാണ്, എന്റെ യൂണിയന്റെ. രാജശേഖരന്റെ വാക്കുകൾ തന്റെ യൂണിയന്റെ വാക്കുകൾ തന്നെയാവാം, പക്ഷെ ഞങ്ങളുടേത് അങ്ങനെയല്ല. എന്റെ പാർട്ടിയുടെ തീരുമാനമാണ് എന്റെ തീരുമാനം. സർവ്വരാജ്യ തൊഴിലാളികളുടെ കാലമൊക്കെ കഴിഞ്ഞു സഖാവേ. ഇത് ഫ്യൂഡൽ റെവല്യൂഷണറിയുടെ കാലമാ. ഇടയ്ക്കൊക്കെ തലതാത്തി കൊടുത്തില്ലെങ്കിൽ പാർട്ടിയും കാണില്ല, അണികളും കാണില്ല, ചെങ്കൊടിയും കാണില്ല. തൊഴിലാളി വർഗത്തെ കുറിച്ച് സംസാരിക്കാൻ നീ ആരടാ? ഈ തഴമ്പ് നീ കണ്ട രാജശേഖര? ചെയ്യുന്ന തൊഴിലിന്റെ അടയാളം കൈവളയിൽ മുദ്രയായി കിട്ടുന്ന ഓരോ വർഗം ഞങ്ങള് തൊഴിലാളി വർഗം. നിന്നെ പോലുള്ള വർഗ ശത്രുക്കളെയും വർഗാധിപത്യത്തെയും വെട്ടിനിരത്തി ചങ്കൊടി പാറിപ്പിച്ച ഒരു തലമുറയുടെ കരുത്തുണ്ട്. കതറിട്ട നിന്റെ കീഴ്വയറ് നോക്കി കൈകൊണ്ട് ഇംഗ്ലാവ് വിളിച്ചോണ്ടില്ല. രാജശേഖര, തൊഴിലാളി വർഗം അതൊരു കനലാണ്. മൂടി വെച്ചാലും എരിഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ജ്യോതി വന്നിട്ടുണ്ട്. ആ സൗദിന്ന് അതെ അതെ. ശബ്ദം കേട്ടപ്പോ ഞാൻ കരുതി പോലീസായിരിക്കുന്നു. ചാനലിലെ നമ്പർ 1 ചട്ടമ്പിയുടെ വീട്. പക്ഷേ ഈ ചട്ടമ്പിയെ തിരക്കി പോലീസുകാരും വീട്ടിൽ വരില്ല. അത് പിന്നെ താമസം മാർക്കറ്റിലാകുമ്പോ വീട്ടിൽ തിരക്കിട്ട് കാര്യമില്ലെന്ന് പോലീസിന് അറിയാം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? വാസു, അമ്മായി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ മക്കളെ. എടി സുധ, നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ അടുക്കളയിലോട്ട് വന്നേ. വരുന്നമ്മേ. നിങ്ങൾ സംസാരിച്ചോണ്ട് നിക്ക്. മാതിയമ്മേ ചോറ് വിളമ്പ്. മക്കളെ മരിച്ചിനി വരാം. ഈ പ്രോപ്പർട്ടിയുടെ അടുത്തിറങ്ങുന്ന 35 ഏക്കർ നമ്മൾ വളച്ചെടുത്ത വരാൻ പോകുന്ന എക്സ്പ്രസ് ഹൈവേയിൽ നമുക്ക് ഫ്രണ്ടേജ് കിട്ടും. നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പ്ലാനിൽ ചില മാറ്റം നമ്പൂരിച്ചന്റെ കൊലയ്ക്ക് പിന്നിൽ ചില ബമ്പന്മാരെന്ന് ഈ ഭാഗത്തൊന്ന് കൂട്ടിക്കേച്ച് വായിക്കും. കൊട്ടാരം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും, കൊലക്കാർ കയത്തും ചെയ്യും. ആചാര്യ ടെൻഷൻ അടിക്കാതെ. പത്രത്തിലൊരു വാർത്ത വന്നെന്നും പറഞ്ഞു. ഇതിലും വലിയ വാർത്തകൾ മുമ്പ് ഉണ്ടായിട്ടില്ലേ നമ്മുടെയൊക്കെ പേരിൽ? എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു? എന്റെ സുധാര, ആ വാർത്ത മുഴുവനായിട്ടൊന്ന് വായിക്ക്. ടി വിക്കാര് ഫീച്ചറാക്കാൻ പോവാണ്. എന്ത് ഫീച്ചർ? ടിവിയില് TV ഫീച്ചർ. ഫീച്ചർ അലാക്കിലെ ഇടങ്ങറായാലോ റബ്ബേ. എന്റെ ബലമായ സംശയം ഈ റിപ്പോർട്ട് പിന്നിൽ ആ ജോസഫ് തോമസ് ആണ്. ഇയൊക്കെ എങ്ങനെ പടക്കപ്പരക്ക് തീ കൊടുക്കാണ്ട് ഇതിന് രക്ഷപ്പെടാൻ വഴി പറഞ്ഞാ നമുക്ക് വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ ഡീലിന്റെ പേരും പറഞ്ഞ് താൻ ഈ മണ്ണിൽ കാല് കുത്തരുത്. എങ്ങനെ? തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇല്ലിക്കൽ കൊട്ടാരത്തിന്റെ പേരും പറഞ്ഞ് പത്മനാഭന്റെ മണ്ണിൽ കാല് കുത്തരുതെന്ന്. അത് പറയാ ഈ കൊള്ളപ്പുള്ളി ഇവിടെ കിടന്ന് അലറിയാൻ. കൊട്ടാരത്തിന് കോടികൾ നമ്മൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് പലിശ സഹിതം നമ്മൾ തിരിച്ചു പിടിക്കും. കൊമ്പത്തവന്റെ ഓനറിയില്ല ബാബുട്ടെ.
ഓ കൊളപ്പുള്ളിയാണ് നമ്മൾ ബാപ്പൂട്ടിയാ. ബാപ്പൂട്ടി ഹാജി. ഓൻ തെക്കൻ കേരളത്തിലെ കിരീടം വെക്കാത്ത രാജാവാണ്. നമ്മൾ ഈ ദുനിയാവിന്റെ മുഴുവൻ സുൽത്താനാ. ഹാജരെ പ്ലീസ് ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഈ ഒന്നും മുണ്ടണ്ട. ഇനി ബാപ്പൂട്ടി പറയും, ഈ ഒക്കെ കൂടി കേൾക്കും. ഹാജിയാരെ ഒക്കെ ശരി തന്നെ, പക്ഷെ ഞങ്ങൾ 1 or 2 പേര് അനുസരിച്ചുകൊണ്ട് മാത്രം തകർക്കാൻ പറ്റുന്ന അല്ല കൊളപ്പള്ളി. പണം മാത്രമല്ല കൊളപ്പള്ളിയുടെ ശക്തി. അണ്ണാന്ന് വിളിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സൈന്യം തന്നെയുണ്ട് അയാൾക്ക് പിന്നിൽ. ഹജരെ പ്ലീസ്, ഇവര് പറയുന്നതിലും കാര്യമുണ്ട്. ഹാജിയാരെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. കൊട്ടാരത്തിന്റെ കാര്യത്തിൽ എതിർപക്ഷത്തുള്ളത് ജോസഫ് തോമസാ. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെയുള്ള ഒരു നീക്കത്തിനും കൊളപ്പള്ളി കൂട്ടു നിൽക്കില്ല. എന്ന് വെച്ചാ അതിന്റെ പേര് നമ്മൾ മുടക്കിയ കോടികൾ അങ്ങോട്ട് മറക്കണം. അതിന് പൊളിക്കും. ഇവിടെ ആർക്കും ആരുടെ ഒന്നും നഷ്ടപ്പെടില്ല. ജോസഫ് തോമസിനെതിരെ ചുവട് വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് അണ്ണനെതിരെ കൂടെയാണ്. ഇവിടെ ചുവടൊന്ന് പിഴച്ചാൽ പിന്നെന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കും അണ്ണനും ഇടയിൽ ഒരു ശിഖണ്ഡിയുടെ മറ ആവശ്യമുണ്ട്. നേർക്ക് നേരെ കാണാതെ പോരിനിറങ്ങാം. അല്ല, താനാരെ ഉദ്ദേശിക്കുന്നത്? വർഷങ്ങളായി അണ്ണം വെച്ച് അനുഭവിക്കുന്ന അബ്കാരി സാമ്രാജ്യം സ്വപ്നം കണ്ട് അങ്ങ് പാറശാല ബോർഡറിനപ്പുറത്തും കിടക്കുന്നില്ലേ, അവൻ തന്നെ. ഇങ്ങനെ പിച്ചും പേയും പറയാണ്ട് കാര്യമൊന്നും തെളിച്ചു പറയണ്ട. മാറേ ഒന്നാടങ്ങന്റെ ഹാജി. വാങ്ക വാങ്ക ഹാജിയാരെ, എന്നോട് വണക്കം. വണക്കം വണക്കം. എന്റെ മാർത്താണ്ട, ആ കൊളപ്പുള്ളി എന്ന് പറഞ്ഞ ചെയ്ത്താനെ കൊണ്ട് നമ്മൾ ഇടങ്ങേറായിക്കണം. സത്യം പറഞ്ഞ ശരീരത്തിനാകെ ഒരു വിറയല. ഇത് ആർക്കെതിരെയാ യുദ്ധത്തിന് ഇറങ്ങുന്നെന്ന് ഓർക്കുമ്പോഴാ കൊളപ്പള്ളിയെ നിർത്തണ്ട് വിളിച്ച കൊലപ്പുള്ളി കൊലപ്പുള്ളി കൊലപ്പുള്ളി. யோ ஹாஜாரே, அப்படி கிடையாதுப்பா. இந்த புறம்போக்கள் சொன்னது நிஜம்தான். ഓരോ തടവും அந்த കൊളപ്പുള്ളി கிட்ட போய் தோத்து வரண விஷயம் அப்பா சொல்லி எனக்கு நல்லா தெரியும். அந்த கொளப்புள்ளிய நேருக்கு நேரா நின்று வீழ்த்தது ரொம்ப கஷ்டம்னு. அதனால தான் இப்படி ஒரு தேட்டு സെറ്റപ്പ്. നിങ്ങൾ പറയുന്നൊക്കെ ശരി തന്നെ, പക്ഷെ എങ്ങനെ? ഇന്നത്തെ ഞങ്ങളുടെ പ്രശ്നം ജോസഫ് തോമസാ, മാർത്താണ്ഡന്റെ പ്രശ്നം കൊളപ്പള്ളി. പക്ഷെ ഇവര് രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ. പഴയ ഏതോ തെറ്റിദ്ധാരണയുടെ പേരിൽ പരസ്പരം കാണുകയോ മിണ്ടുകയോ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ജോസഫിനെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും കൊളപ്പള്ളി കൂട്ടു നിൽക്കില്ല. മുരുകാ, എന്നെ മട്ടും കാപ്പാത്തപ്പാ. എംഎൽഎ സാർ, 2 ചങ്ങാതിമാരിലെ ഒരാൾ മറ്റേ ആളെ போட்டு തള്ളിന புரியல சொல்லித்தரேன். அதாவது அந்த ஜோசப் தாமஸ்னு இந்த கொலப்புள்ளி கொலை பண்ணினா நம்பிக்கை இல்லையா? அது எப்படின்னா, நேத்து வர இந்த கொலப்புள்ளி வீட்டுல காவல் நாயாயிருந்த எம்பியும் எம்எல்ஏயும் இப்ப எங்க நிக்குதுன்னு பார்த்தா போதும். இங்க இங்க வா ஹாஜரே. ரொம்ப யோசிக்க வேண்டாம். கொட்டாரம் மாற்ற பேசுறதுக்கு ஜோசஃபும் கொலப்புள்ளியும் ஃபேஸ் டு ஃபேஸ் பார்த்தா மட்டும் போதும். மீதி இந்த മാർത്താണ്ഡൻ പാത്തിടുവേൻ. അണ്ണാ, അണ്ണോ, അപ്പൊ അവനെ വിളിക്കട്ടെ. മോനെ റാഫിയടാ.